ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ഐറ്റമായിട്ടാണ്. ഇതാണ് ഡൈസ് കാർഡ്. അതായത് ഒരു കിറ്റ് കാർഡാണ്, ഒരു കാർഡാണ്. പക്ഷേ ഇതിൽ ഡൈസാണ്. ഡൈസ് എന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം. അപ്പോൾ ഇത് ഫോൾഡ് ചെയ്തെടുക്കുന്നതാണ് ഇതിനകത്തുനിന്ന്. ഇതിന് പല ഇതുണ്ട്. 20 വരെയുള്ള ഉണ്ട്, 16ൻ്റെ ഉണ്ട്, അങ്ങനെ പല 6ൻ്റെ ഉണ്ട് നോർമൽ, പിന്നെ ട്രയാങ്കിൾ ടൈപ്പ് ഉണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് പ്രൊഡക്ട്സ്. അപ്പോൾ ഇതിങ്ങനെ കാർഡായിട്ടാണ് നമ്മൾ 3D പ്രിൻ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൽ കാർഡായിട്ട് നമ്മൾ 3D പ്രിൻ്റ് എടുത്തിട്ട് ഇത് നമ്മൾ അസംബിൾ ചെയ്യുവാണ്. അപ്പോൾ ഈ കാർഡിനെ നമുക്ക് എങ്ങനെ 3D പ്രിൻ്റ് ആക്കി എടുക്കാമെന്ന് നോക്കാം. സോ ആദ്യം നമ്മൾ ചെയ്യുന്നത്, ഇതിപ്പം നമുക്ക് എക്സാമ്പിളായിട്ട് ഞാൻ കാണിക്കാനായിട്ട് ഞാൻ സ്ക്വയർ എടുക്കുവാണ്. അപ്പോൾ സ്ക്വയർ എടുക്കാനായിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് നല്ല ഇതായിട്ട് എളുപ്പമായിട്ട് വരും. എന്നിട്ട് ചെയ്യേണ്ടത് ഇതിങ്ങനെ മടക്കുക എന്നുള്ളതാണ്. അതായത് ഇതിനെ ഇങ്ങനെ 4 സ്ക്വയറായിട്ട് മടക്കുക. എന്നിട്ട് ഇത് ജോയിൻ ചെയ്യിക്കുക. ഇത് നമുക്കിവിടെ ജോയിൻ ചെയ്യിക്കാം. ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻ ആയിക്കോളും. ഉണ്ടല്ലേ, പെട്ടെന്ന് തന്നെ ജോയിൻ ആവും. അതുപോലെ ഇനിയും വേണ്ടത് നമുക്ക് 2 എണ്ണം ഉണ്ട്. ഇതിൻ്റെ 2 സൈഡ് 6ഉം 1ഉം ഉണ്ട്. അത് നമുക്ക് ഇതുപോലെ തന്നെ ഇത് പെട്ടെന്ന് പൊട്ടി വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം തന്നെ പൊട്ടി വരും. എന്നിട്ട് ഇത് നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ട. അതായത് ഇതിൻ്റെ 2 എൻഡിലും ഒരു എൻഡ്, അതുപോലെ തന്നെ ഇതിൻ്റെ സെക്കൻഡ് എൻഡ്. ഇത് തിരിഞ്ഞു പോയി. അത് നമുക്ക് റിമൂവ് ചെയ്ത് ഓക്കെ ഇതാണ് കിറ്റ്. അപ്പം ഇത് 6 എണ്ണത്തിൻ്റെ 1 ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് പല ഇതുണ്ട്. നമുക്ക് ഈ ഷേപ്പിൽ വരുത്താം. ഇതാണ് വേറൊരു ഷേപ്പുള്ളത്. അതുപോലെ തന്നെ എൻ്റെ അടുത്ത ഷേപ്പ് വരുന്നത് ഇതാണ്, ഹെക്സഗൺ ഷേപ്പിൽ ഫുള്ള് ഇതായിട്ട് വരുന്നു. ഇത് ഫുള്ള് 3D പ്രിൻ്റഡ് ആണ്. ഇതിപ്പം 3D പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ ഇനി വെയിറ്റ് കുറവായിരിക്കും. ഇനി വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്തൊരു സ്റ്റീൽ ബോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വെയിറ്റ് കൂട്ടാനൊക്കെ പറ്റും. അങ്ങനെ ഒരു ഇത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ക്ലേ ഉണ്ടെങ്കിൽ ക്ലേ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വെയിറ്റ് കൂട്ടാൻ പറ്റും. കുട്ടികളെ കളിക്കുന്നതൊക്കെ ക്ലേ ഇല്ലേ, നമുക്ക് ഒരെണ്ണം കൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഇതിനകത്ത് പിന്നെ ചെയ്യാൻ പറ്റുന്ന ഇത് ചെയ്താൽ എടുക്കാനായിട്ട് എളുപ്പമാണ്. ഇതൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രേക്കായി വരുന്നുണ്ട്. സോ ഇത് ബ്രേക്ക് ചെയ്തെടുക്കാം. ഓക്കെ, എന്നിട്ട് ഇത് ജോയിൻ ചെയ്യാനായിട്ട് ഇതുപോലെ തന്നെ ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ ഫോൾഡിങ്സ് ഉണ്ട്. ആ ഫോൾഡിങ് വഴി ഇത് മടക്കുക ഒരു ഇതായി. അതുപോലെ തന്നെ ഇതിൻ്റെ ഫോൾഡിങ് ഉണ്ടാവും. ഇതും മടക്കി ഇത് ജോയിൻ ചെയ്തിട്ട് ഇതും കൂടാണ് ജോയിൻ ആകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഒക്കെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുമായിട്ട് ജോയിൻ ചെയ്യാം. ഇതിൻ്റെ മറ്റേ കോർണറുമായിട്ട്, ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോർണറുമായിട്ട് ജോയിൻ ചെയ്താൽ അതായത് ആംഗിൾ ടു ആംഗിൾ ജോയിൻ ആണെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഇതിൽ ഫിറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഇതിൻ്റെ ആംഗിൾ ഇവിടെ പോകും. ഓക്കെ, ഇതിങ്ങനെ ഇതിൽ ജോയിൻ ചെയ്തെടുത്താൽ ആദ്യം എളുപ്പമാണ്. ഓക്കെ, ഇതുമായിട്ട് ജോയിൻ ചെയ്യുക. ഇതിങ്ങനെ ജോയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് ഒരു ഡൈസായിട്ട് കിട്ടും. ഓക്കെ, ഇത്ര ടൈറ്റാണ്. ഇതിൻ്റെ പൊസിഷൻ ഇവിടെയാണ് വരേണ്ടത്. ഇതിൻ്റെ പൊസിഷൻ ഇവിടെയാണ് വരേണ്ടത്. ഓക്കെ ഇത് ഫിക്സ് ആയിട്ടുണ്ട്. പൊസിഷൻ ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെയാണ്. ഇത് ഓരോന്നിങ്ങനെ ജോയിൻ ചെയ്ത് നമുക്കൊരു ഡൈസായിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും കേട്ടോ. ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഇതിനകത്ത് ആകെ ഉള്ളത് ഒരു ഇതിൽ 6 പീസ് ഇങ്ങനെ 6 പീസാണ്. ഓക്കെ,